അവരവിടെ പത്രസമ്മേളനം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ശ്രീലേഖ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് കാണിക്കുന്നുമുണ്ട്, മീഡിയ കാണിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാനതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യമല്ല. MLA-യുടെ മുറിയിൽ കൂടെ കയറിയിട്ട് കൗൺസിലറുടെ മുറിയിലേക്ക് പോകണം. പ്രത്യേകിച്ചൊരു വനിതയാണ്. അതിന് അവരുടേതായിട്ടുള്ള സ്ത്രീകളെ മാനിക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്കെതിരായിട്ട് നിങ്ങളും ഒന്നും അധികം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു MLA-യുടെ മുറിയിൽ കൂടെ ഒരു കൗൺസിലർ കയറിയിട്ട് കൗൺസിലറുടെ മുറിയിലേക്ക് പോകണം എന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ബാധിക്കുന്ന മാധ്യമങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ വിടുക, അതല്ലേ നല്ലത്. അത് മനസ്സിലായി. അതെന്താ സംഭവം? മനസ്സിലായില്ലേ? നിങ്ങൾ കണ്ടോ? അത് കണ്ടോ? അത് കണ്ടു. എന്ത് കണ്ടു? MLA-യുടെ എന്താ കണ്ടു? അതല്ലല്ല, നിങ്ങൾ ആ മുറിയൊക്കെ കണ്ടോ? നമ്മളിവിടെ ഡൽഹി ഇരിക്കും. നമ്മളെങ്ങനെ പിന്നെ നിങ്ങളെന്തിനാ എന്നോട് ചോദിക്കുന്ന? അറിയാമല്ലാത്ത കാര്യം ചോദിക്കും. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? അതല്ല പറഞ്ഞത്. ആ സ്ത്രീക്ക് അവിടെ കയറിപ്പോകാനുള്ള സൗകര്യം ഉണ്ടോ? ഒരു മുറി എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു MLA-യുടെ മുറി കൂടെ കയറിയിട്ട് ഒരു സ്ത്രീ എന്നിട്ട് ഫയൽ വെക്കുന്നത് ബാത്റൂമിൽ. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞ എല്ലാം സമ്മതിച്ചു. നിങ്ങൾ പറയുന്നതാണ് ശരി. തീർന്നില്ല, ആ വിഷയം തീർന്നില്ല. നിങ്ങൾ തന്നെയാണ് ഏറ്റെടുത്തത്. നിങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. അല്ല, ഞാനിത് പറയുന്നു. ഞാൻ അനാവശ്യമല്ല പറഞ്ഞത്. ഈ മാധ്യമങ്ങള് എന്റെ അടുത്ത് നിൽക്കുന്ന മാധ്യമങ്ങള് എന്റെ അടുത്ത് നിൽക്കുന്ന മാധ്യമങ്ങള് സ്ത്രീവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. എന്റെ വാക്ക്, എന്റെ അഭിപ്രായം അതാണ്. എന്റെ വാക്ക്, എന്റെ അഭിപ്രായം. നിങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള സമീപനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് അത് തീർന്നു. അല്ലെന്നേ, അതാണെന്നേ എന്റെ അഭിപ്രായം. അതല്ലേ നിങ്ങളത് മാനിക്കണ്ടേ? അതായത് നിങ്ങൾ ആ നിലപാടാണ് എടുക്കുന്നത്. കാരണം ജനങ്ങളത് കാണട്ടെ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്റെ അഭിപ്രായം ഇതാണ് നിങ്ങളുടെ ആവശ്യം. അങ്ങനെ വേറെ വല്ലതും ചോദിക്കാനുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.